So hey guys, welcome back to our channel. So welcome back to another movie review സുഹൃത്തുക്കളെ. So Echo. Okay. Anyway, Echo എന്ന് പറയുന്ന മൂവി നമ്മൾ കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. Echo എന്നല്ലേ പറയുന്നത്? Echo ആണോ? Anyway, EKO. സോ ഫൈനലി നമ്മളങ്ങനെ മൂവി കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സോ ഫ്രം ദ ക്രിയേറ്റേഴ്സ് ഓഫ് കിഷ്കിന്താഗാരുടെ ടീമാണ് സുഹൃത്തുക്കളെ ഈ പടം കൊണ്ടുവന്നിരിക്കുന്നത്. പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത് ദിൽജിത്ത് അയ്യത്തനാണ്. സോ പടം റൈറ്റ് ചെയ്തേക്കുന്നത് ബാഹുൽ രമേശാണ്. പുള്ളി തന്നെയാണ് സിനിമാറ്റോഗ്രാഫിയും ചെയ്തേക്കുന്നത്. പിന്നെ സ്റ്റാർ കാസ്റ്റിലേക്ക് വരാന്നുണ്ടെങ്കിൽ സന്ദീപ് ഉണ്ട്, പിന്നെ വിനീത് ഉണ്ട്, നരൻ ഉണ്ട്, പിന്നെ ബിനു പപ്പു ഉണ്ട്, പിന്നെ ജപ്പാനെന്നോ ചൈനെന്നോ വേറെ 2 ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എനിവേ അവരൊക്കെയാണ് പടത്തിനകത്തുള്ളത്. സോ പടം ഒരു മിസ്റ്ററി ത്രില്ലർ മൂവിയാണ്. നമുക്ക് എന്തായാലും കിഷ്കിന്താകാന്ഡം പോലൊരു മൂവി തന്ന ആൾക്കാരാകുമ്പോൾ നമുക്ക് എന്തായാലും അവരുടെ മേൽ നമുക്കൊരു വൻ പ്രതീക്ഷയുണ്ട്. ഞാൻ ആ പ്രതീക്ഷയുടെ പുറത്താണ് ഞാൻ ഈ പടം കാണാൻ പോയത്, ഹോണസ്റ്റ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ. സോ അവരുടെ ഒരു ടൈപ്പ് ഓഫ് മേക്കിംഗ് നമുക്കറിയാം. ഇപ്പം കേരള ക്രൈം ഫയൽസ് പാർട്ട് 2 ആണെന്നുണ്ടെങ്കിൽ പോലും അവർ അതുപോലുള്ള ഒരു ടൈപ്പ് ഓഫ് സ്റ്റോറിയാണ് നമുക്ക് തന്നത്. പ്രീവിയസ് പ്രോജക്റ്റ് പോലെ തന്നെ ഈ പടവും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇതിനകത്ത് ഭയങ്കര ക്യൂരിയോസിറ്റിയോട് അല്ലെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടി ഇതിന് എന്താണ്, അല്ലെങ്കിൽ ഇത് എവിടെ ചെന്ന് തീരും, അല്ലെങ്കിൽ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇതെന്താണ് അവർ ചെയ്തത് എന്നൊക്കെ ഉള്ള ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു മൂവി ആയിട്ടാണ് എനിക്കത് തോന്നിയത്. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ മൈൻഡിൽ നിൽപ്പുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ, അല്ലെ ഇതെന്താണ് ഇങ്ങനെ, അല്ലെ അതെന്താണ്, ഇതെന്താണ്, എവിടെ എന്താണ്, ഇതെങ്ങനെ കണക്ട് ആയി, അല്ലെങ്കിൽ ഇതെങ്ങനെ വന്നു എന്നുള്ള ഒരുപാട് രീതിയിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിർത്തുന്ന രീതിക്കുള്ള ഒരു പടമാണിത്. സന്ദീപിന്റെ പെർഫോമൻസിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ പടക്കളം മൂവിക്കകത്തെ പോലെ പെർഫോമൻസും കാര്യങ്ങളും ഇല്ലെങ്കിൽ പോലും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം പുള്ളിയുടെ ഒരു ട്രാൻസിഷനും പുള്ളിയുടെ വേറെ കുറച്ച് പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ബട്ട് നൈസാണ് കണ്ടിരിക്കാൻ. പിന്നെ അതുപോലെ വിനീതിൻ്റെ ആണെങ്കിലും അത്യാവശ്യം നല്ല ഡീസൻറ്റ് പെർഫോമൻസും കാര്യങ്ങളും. പക്ഷേ ഇതിനകത്ത് വേറൊരു പുള്ളിക്കാരൻ ഒരുപാട് പറഞ്ഞില്ല, സ്പോയിലർ ആയിപ്പോൾ, ബട്ട് അത് നിങ്ങൾ കാണേണ്ടതാണ്. ഇതിനകത്ത് ഫസ്റ്റിനകത്ത്, അതായത് കിഷ്കിന്താകാന്ഡത്തിനകത്ത് കുരങ്ങ് അങ്ങനെയുള്ള കുറച്ചധികം കാര്യങ്ങളൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് വരുമ്പം കുറച്ചധികം ഡോഗ്സ് ആണ്. അവരുടെ ആ ഒരു, ഞാൻ കൂടുതൽ പറയുന്നില്ല, ആ ഒരു ഇതിലാണ്, അതായത് ആ ഒരു ഡോഗ്സ് അല്ലെങ്കിൽ ആ ഒരു ടെറിട്ടറി കൂടി ഇങ്ങനെ പോകുന്ന ആ ഒരു എന്താ പറയുക, അവരുടെ ആ ഒരു യജമാനോടുള്ള ആ ഒരു ഒബേയിങ് ആയിക്കോട്ടെ, അങ്ങനെയൊക്കെയുള്ള ഒരു കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതിന് കുറച്ചധികം ഇങ്ങനെ ഒരു ഒരു പൊടിക്ക് പ്രൊജക്റ്റ് ചെയ്ത് ഒരു കുറച്ചധികം കാണിച്ചിട്ടുണ്ട്. ബട്ട് അത് വേറെ ടൈപ്പ് ഓഫ് കാര്യങ്ങളൊക്കെയാണ്, ബ്രീഡിങ്ങും അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളൊക്കെയാണ്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും പടം കാണുക, കണ്ടു തന്നെ നിങ്ങൾ കാര്യങ്ങളൊക്കെ അറിയുക. ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്കും ഈ പടം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും. അതെന്താണ്, ഇതെന്താണ്, അല്ലെങ്കിൽ ഇതെന്താണ്, ഇതെങ്ങനെയാണ് വന്നതെന്നൊക്കെ ഉള്ളത്. ഇതിൻ്റെ ക്ലൈമാക്സ് തീർച്ചയായിട്ടും ഒട്ടും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ക്ലൈമാക്സ് ആയിപ്പോയി. കാരണം ഞാൻ ഓഫ് കോഴ്സ് നമ്മൾ എല്ലാ പടങ്ങളും കാണുമ്പോൾ നമുക്കൊരു ക്ലൈമാക്സ് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുമല്ലോ. ബട്ട് ഇതിനകത്ത് എൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ട്. ബട്ട് എങ്കിൽ പോലും അത് വേറൊരു രീതിയിലാണ് അവർ മേക്ക് ചെയ്ത് അവർ കൊണ്ടുവന്നേക്കുന്നത്. ദാറ്റ് വാസ് ഭയങ്കര രസമായിട്ട് തോന്നി. ഓവറോൾ പെർഫോമൻസ് വൈസ് ആണെങ്കിലും എല്ലാം കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നമ്മളല്ലോ ഇതൊരു ഡീസൻ്റ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവിയാണ് ഈ എക്കോ എന്ന് പറയുന്ന മൂവി. എല്ലാവരുടെ പെർഫോമൻസ് ആയിക്കോട്ടെ എല്ലാം രസമാണ്. ആ ഒരു ഇവർ കിഷ്കിന്താകാന്ഡം മേക്ക് ചെയ്ത ആ ഒരു രീതി ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ തന്നെയാണ്, ആ ഒരു പാറ്റേണിൽ തന്നെയാണ് ഇവർ പിടിച്ചേക്കുന്നത്. മിസ്റ്ററായിട്ടുള്ളൊരു പേഴ്സൺ, ആ പേഴ്സൺ അന്വേഷിക്കുന്ന കുറച്ച് ആൾക്കാർ അത് എന്തിനന്വേഷിച്ച് വരുന്നു, അങ്ങനെ ലോട്ട്സ് ഓഫ് ചോദ്യങ്ങളൊക്കെ അടക്കിയിട്ടുള്ള നല്ല കിടുക്കൊരു മൂവിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പേഴ്സണലി ഐ ആം ഹാപ്പി. സോ അതാണ് എക്കോ എന്ന് പറയുന്ന മൂവിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ നിങ്ങൾ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക. ഇനി കാണാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞതിന് ശേഷം വന്ന് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. സോ യെസ് ഗൈസ്, അപ്പോൾ അതാണ് എക്കോ എന്ന് പറയുന്ന മൂവിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക. സോ യെസ് ഗൈസ്, അപ്പോൾ അത്രയുള്ളൂ. ബൈ ബൈ.